ഒന്നുപോലെ. കേരളമാണ് രാജാവായ മഹാബലി മന്നൻ തൻ്റെ പ്രജകളെ കാണാനെത്തുമെന്ന ഐതിഹ്യം നിലനിർത്തിക്കൊണ്ട് ഇന്ന് തിരുവോണം. ജാതിമത ഭേദമന്യേ എല്ലാവരും ഒന്നുപോലെ ആഘോഷിച്ചു വരുന്ന ഉത്സവം. ഓണപ്പാട്ടുകളും ഓണസദ്യയും ഓണക്കളികളുമായി ഒരു പൊന്നോണം കൂടി വരവായി. ജയ്ഹിന്ദിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും തിരുവോണാശംസകൾ. സ്വാഗതം നല്ലോണം കണ്ടോണം. നല്ലോണം കണ്ടോണത്തിൻ്റെ തിരുവോണ ദിനത്തിൽ ആദ്യത്തെ കോളർ നമുക്കുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ആരാണ്? ആകാംക്ഷ. ആകാംക്ഷ. ആകാംക്ഷ എവിടുന്നാണ് വിളിക്കുന്നത്? കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂർ എവിടെയാണ് ആകാംക്ഷയുടെ സ്ഥലം? മലപ്പട്ടം. മലപ്പട്ടം. ഓക്കെ ആകാംക്ഷ, ഇന്ന് തിരുവോണമാണല്ലോ. അപ്പൊ ആദ്യം തന്നെ തിരുവോണാശംസകൾ. തിരുവോണമായിട്ട് താങ്ക് യു സോ മച്ച് ആകാംക്ഷ. തിരുവോണമായിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ? സദ്യയൊക്കെ ഒരുക്കി? ആഹാ, അല്ല ആരാ ചെയ്യുന്ന? ആകാംക്ഷയാണോ സദ്യയൊക്കെ ഒരുക്കുന്നത്? അമ്മയാണ്. അമ്മയെ സഹായിക്കാറുണ്ടോ? ഓക്കെ, അമ്മയെ സഹായിക്കാറുണ്ടോ? കണ്ണൂരിലെ സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാ? എനിക്ക് അവിയലാണ്. നിങ്ങക്ക് നോൺ വെജ് വരില്ലേ സദ്യയില്? അപ്പൊ അതിഷ്ടമല്ല? ഓക്കെ. ആകാംക്ഷ എന്ത് ചെയ്യാണ്? പഠിക്കുകയാണോ? ഡിഗ്രി സെക്കൻഡ് ഇയർ അല്ലേ? ഓക്കെ. എവിടെയാ? ഏത് ക്യാമ്പസിലാണ്? ഓക്കെ ഓക്കെ. അപ്പൊ എക്സാംസ് ഒക്കെ കഴിഞ്ഞോ? ഒക്ടോബറിൽ വരുന്നു അല്ലേ? ഓക്കെ. ആകാംക്ഷ, നമ്മള് തിരുവോണം ആയതുകൊണ്ട് നമ്മുടെ ഓണത്തിന്റെ സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പോൾ നല്ലോണം കണ്ടോണത്തിലേക്ക് വിളിച്ചതിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. നമുക്കൊരു ചോദ്യമുണ്ട്. ചോദ്യം മാത്രമല്ല, അതിന് അതിൻ്റെതായ സമ്മാനങ്ങൾ അങ്ങ് വീട്ടിലെത്തും. ഞാൻ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ. നമ്മുടെ ആദ്യത്തെ ചോദ്യം, ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവം ആക്കിയ വർഷം ഏതാണ്? ഞാൻ ചോദ്യം 1961. കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. മുമ്പേ വായിച്ചിട്ട് വായിക്കുന്ന കൂട്ടത്തിലാണ്. കുറച്ചൊക്കെ വായിക്കാറുണ്ടല്ലേ? അപ്പൊ എന്തായാലും എക്സാംസിനൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ഓണം എല്ലാം അടിച്ചു പൊളിക്ക്. പുറത്തൊന്നും പോയില്ല ഓണമായിട്ട്? ഇല്ല, പോയില്ല. വീട്ടിൽ തന്നെ. ആഹാ, അപ്പൊ വീട്ടിൽ തന്നെ അടിച്ചു പൊളിക്കുകയാണല്ലേ? ശരി. ഓക്കെ. ഒരിക്കൽ കൂടി തിരുവോണാശംസകൾ. വീട്ടിലെല്ലാവർക്കും ഞങ്ങളുടെ ജയ്ഹിന്ദ് ടിവിയുടെ വക തിരുവോണാശംസകൾ അറിയിക്കണം കേട്ടോ. പറയാം. ഓക്കെ ആകാംക്ഷ, താങ്ക് യു സോ മച്ച്. തിരുവോണ ദിനത്തിൽ നമ്മുടെ ആദ്യത്തെ കോളർ ആകാംക്ഷയായിരുന്നു. കണ്ണൂരിൽ നിന്നുള്ള ആകാംക്ഷയായിരുന്നു വിളിച്ചത്. ആകാംക്ഷ കറക്റ്റായിട്ട് ഉത്തരവൊക്കെ പറഞ്ഞു. ആകാംക്ഷയ്ക്കുള്ള ഗിഫ്റ്റ് എന്തായാലും ജയ്ഹിന്ദ് ടിവിയുടെ വക വീട്ടിലേക്ക് എത്തുന്നതാണ്. ഒരിക്കൽ കൂടി തിരുവോണാശംസകൾ ആകാംക്ഷയ്ക്കും ആകാംക്ഷയുടെ കുടുംബത്തിനും തിരുവോണാശംസകൾ നേരുന്നു. നമുക്ക് അടുത്ത കോളർ ഉണ്ട്. ആരാണെന്ന് നോക്കാം. നല്ലോണം കണ്ടോണത്തിൽ നമ്മുടെ സെക്കൻഡ് കോളർ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ആരാണ്? വിനുമോളാണ്. വിനുമോൾ എവിടുന്നാ വിളിക്കുന്നേ? കൊല്ലം ജില്ല. കൊല്ലത്ത് എവിടെയാണ് സ്ഥലം? ചിതറ പഞ്ചായത്ത്. ഓക്കെ. അപ്പോ വിനുമോൾ എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫാണ്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് എല്ലാരും ഉണ്ട്. ആരൊക്കെയുണ്ട്? ഇവിടെ ഹസ്ബൻഡ്. കേക്കാം. വിനുമോക്ക് കേക്കുന്നില്ലേ? പറഞ്ഞോളൂ. അമ്മ. ഓക്കെ. എത്ര പേരേ ഉള്ളൂ. അപ്പൊ എന്താണ് തിരുവോണമായിട്ട് എന്താണ് സ്പെഷ്യൽ വീട്ടില്? ഓണസദ്യ. സദ്യയൊക്കെ ഒരുക്കി കഴിഞ്ഞോ? ഇല്ല. ചെയ്യുന്നേ ഉള്ളൂ അല്ലേ?
ആ ആരാ ചെയ്യുന്നത്? വിനുമോളാണോ അതോ അമ്മയാണോ? രണ്ടുപേരോട് ഒരുമിച്ചാണോ? രണ്ടും കൂടി ആ ഒരുമിച്ച് അങ്ങ് ചെയ്യും അല്ലേ? ഓ ഓ ഓക്കെ. അപ്പോൾ വിനുമോളെ, നമുക്ക് ഒരു തിരുവോണ ചോദ്യമുണ്ട് നമ്മുടെ പരിപാടിയിൽ. നമ്മളൊരു ചോദ്യം ചോദിക്കും, അതിൻ്റെ കറക്റ്റ് ആൻസർ പറയുന്നവർക്ക് അതിൻ്റെതായ സമ്മാനമുണ്ട്. സമ്മാനം വീട്ടിലെത്തും. ഓക്കെ, അപ്പം ഞാൻ ചോദ്യം ചോദിക്കട്ടെ? ഓ അറിയാവുന്നതാണെങ്കിൽ പറയാം. ഓക്കെ, ആയിക്കോട്ടെ. നമ്മുടെ ചോദ്യം ഇതാണ്: ഓണപ്പാട്ടുകാർ എന്ന കവിത രചിച്ചത് ആരാണ്? ഓണപ്പാട്ടുകാർ എന്ന കവിത രചിച്ചത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അറിയോ? ഉത്തരം അറിയോ? അറിയത്തില്ല. അറിയത്തില്ല. മലയാളത്തിലെ പ്രശസ്തനായ ഒരു കവിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത് പറയാൻ പറ്റും. നമ്മൾ സ്കൂളുകളിലെല്ലാം ഇദ്ദേഹത്തിന്റെ കവിതകളെല്ലാം നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് വിനുമോക്ക് പറയാൻ പറ്റും. ചങ്ങമ്പുഴ. ചങ്ങമ്പുഴയല്ല, വേറെ. ഇപ്പോഴത്തെ അല്ല, നമ്മൾ സ്കൂളുകളിൽ നമ്മൾ കുഞ്ഞുനാൾ മുതലേ 10ാം ക്ലാസ്സിലും എല്ലാം പഠിച്ചു വരുന്ന കവികളിൽ ഒരാളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന്റെ പേരിലൊരു സംസ്കൃതി ഭവനൊക്കെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന്റെ പേരിലൊരു സംസ്കൃതി ഭവനും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 2 വാക്കുകൾ വരുന്ന പേരാണ്. ഇതിൽ കൂടുതൽ ക്ലൂ ഒന്നും എനിക്ക് തരാൻ പറ്റില്ല. തിരുവോണമായിട്ടൊരു സമ്മാനം കിട്ടുമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അറിയില്ല? അറിയില്ല. കുഴപ്പമില്ല, സാരമില്ല കേട്ടോ. വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് ഉത്തരം. സാരമില്ല. തിരുവോണമായിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് സംസാരിക്കാൻ പറ്റിയില്ലേ? അപ്പോൾ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഒരിക്കൽ കൂടി തിരുവോണ ആശംസകൾ. വീട്ടിലുള്ള എല്ലാവരോടും ഞങ്ങളുടെ ആശംസകൾ അറിയിക്കണം. ഓക്കെ അനുമോളെ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇന്നത്തെ 3ാമത്തെ കോളർ ഉണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ, ആരാണ്? എന്റെ പേര് ആദർശ്. എൻ്റെ പേര് ആദർശ്. ആദർശ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? നെയ്യാറ്റിൻകരയിൽ നിന്നാണ്. നെയ്യാറ്റിൻകര എവിടെയാണ് വീട്? ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന്റെ അടുത്താണോ? ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ്. ആദർശ് എന്ത് ചെയ്യുന്നു? HDFC വർക്കിംഗ് ആണ്. ഓക്കെ. അപ്പൊ എവിടെയാണ് പഠിച്ചതെല്ലാം? ആഹാ. അപ്പോ ആദർശ് ഭയങ്കര ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു. ഓണമായിട്ട് ആഘോഷത്തിലാണോ? ഓണമായിട്ട് എന്താണ് അവിടെ പരിപാടി? ജോലിയിലാണ്. ഓക്കെ. തിരുവോണം ആണല്ലോ ഇന്ന്. തിരുവോണത്തിന് ഭക്ഷണമൊക്കെ ഉണ്ട്. സദ്യ അങ്ങനെ കഴിക്കാനാണ് പ്ലാൻ അല്ലേ? ഓക്കെ. ആദർശ്, ആഹാ, ഓണമായിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നും അടിച്ചു പൊളിക്കാനൊന്നും പോയില്ല? ഇല്ല, ജോലിയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ ആദർശേ, നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരോ? ഓണമൊക്കെ അല്ലേ, ഒരു പാട്ട് പാട്. പാട്ടൊക്കെ പാടിയാ ശരിയാവൂല. എന്താ ശരിയാവാഞ്ഞ? ഒരു പാട്ട് പാടറോ? അയ്യോ വേണ്ട, പാടില്ല. എന്താണ് ആദർശിന്റെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ട് എന്തൊക്കെയാണുള്ളത് ഒന്ന് പറയൂ. സിനിമ കാണും. വേറെ? സിനിമാ പ്രിയനാണല്ലേ? ഇഷ്ടമുള്ള സിനിമ ഏതാണ് മലയാളത്തില്? പണ്ടത്തെ പടങ്ങളൊക്കെ ഇഷ്ടമുണ്ട്. ഇപ്പൊ ഇറങ്ങുന്ന പടങ്ങളൊന്നും ഇഷ്ടമല്ലേ? ഇപ്പോ എല്ലാം ഇഷ്ടമാണ്. ആയിക്കോട്ടെ. അപ്പോൾ ആദർശ്, നമുക്ക് ഇന്ന് തിരുവോണമാണല്ലോ. അപ്പൊ നമുക്കൊരു ഓണ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് കറക്റ്റ് മറുപടി പറഞ്ഞാല് അതിൻ്റെതായ സമ്മാനവും നെയ്യാറ്റിൻകരയിൽ വീട്ടിലെത്തും. ഞാൻ ചോദിക്കട്ടെ? ഓക്കെ. ചോദ്യം ഇതാണ്: തിരുവോണ നാളിൽ അട നിവേദിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അറിയോ? ഇല്ല. തിരുവോണത്തിന് അത്തമൊക്കെ ഇടുന്ന സമയത്ത് അട നിവേദിക്കുന്ന ഒരു ചടങ്ങുണ്ട്, അറിയാലോ. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും ഉണ്ട്. അപ്പോൾ അത് ആർക്ക് വേണ്ടിയാണ് നമ്മൾ നിവേദിക്കുന്നത്? ആർക്ക് പ്രസാദമായിട്ടാണ് നമ്മൾ നിവേദിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മാവേലി അല്ല. അതുമായി അതേപോലൊരു ഓണത്തിന് നമുക്ക് ഫെമിലിയർ ആയിട്ട് വരുന്ന ഒരു പേരാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ.
അറിയോ? ഒരു സ്ഥലത്തിന്റെ പേരും ആ പേരിനോട് ചേർന്ന് വരും. ഒരു സിനിമയിൽ ഒരു ക്ലൂ തരാം. ആ ജയറാം അഭിനയിച്ച ഒരു സിനിമയിൽ ആ സ്ഥലത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷൻ എടുത്തു പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി പറയാം, ഒരു പുതിയ സിനിമാ പടമോ, പഴയ പ്രേമിക്ക് ഇനി പറയാം. പുതിയ പടമാണോ പഴയ? ഒരുപാട് പഴയതുമല്ല ഒരുപാട് പുതിയതുമല്ല, കുറച്ച് നാളായിട്ടുള്ള പടമാണ്. സുരാജ് വെഞ്ഞാറമൂടും ജയറാമും ജയറാമേട്ടനും എല്ലാവരും കൂടി ചേർന്ന് അഭിനയിച്ചൊരു പടമാണ്. ആ സ്ഥലത്തിൻ്റെ പേരുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് ആ സിനിമയുടെ ഒരു പ്രധാന ഒരു ഘടകം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് പറയാൻ പറ്റും. ഞാൻ പറയട്ടെ ഉത്തരം? ആ പറഞ്ഞോ. തൃക്കാക്കര എന്നാണ് ആ പോലീസ് സ്റ്റേഷന്റെ പേര്. ആ പിന്നെ. തൃക്കാക്കര അപ്പൻ ആണ് നമ്മുടെ ഉത്തരം. ഓ തൃക്കാക്കര അപ്പന് വേണ്ടിയിട്ടാണ് ഓണത്തിന് നമ്മൾ അത്തം ഇടുന്നതിന്റെ കൂട്ടത്തിൽ അട നിവേദിക്കുന്നത്. കേട്ടോ? ഇനി ഇത് മറക്കുവോ? ഈ ചോദ്യം ഇനി മറക്കരുത്. പുതിയ അറിവായി. അപ്പൊ ആദർശയെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഒരിക്കൽ കൂടി തിരുവോണാശംസകൾ ഓഫീസിലുള്ള എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുക കേട്ടോ. ശരി ശരി താങ്ക് യു. ശരി ആദർശ്, താങ്ക് യു. നമ്മുടെ മൂന്നാമത്തെ കോളർ ആദർശായിരുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്നാണ് ആദർശ് വിളിച്ചത്. HDFC ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ആദർശ്. അപ്പോൾ ആദർശിന് ഉത്തരം പറയാൻ സാധിച്ചില്ല നമ്മുടെ ചോദ്യത്തിന്. അപ്പോൾ എന്നിരുന്നാലും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുകയാണ്. നല്ലോണം കണ്ടോണത്തിൽ നമ്മുടെ അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ഹലോ, ആരാണ്? എന്റെ പേര് നിത്യ എന്നാണ്. നിത്യ. നിത്യ എവിടെ നിന്നാണ്? കരമനയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പൊ എന്താണ് ചെയ്യുന്നത്? പഠിക്കുകയാണോ? അല്ല, ഞാൻ വർക്ക് ചെയ്യുവാണ്. എവിടെയാ വർക്ക് ചെയ്യുന്നത്? ICICI ബാങ്കിലാണ്. ICICI ബാങ്കില്. അതെ. ഓക്കെ. എവിടെ? ഏത് ബ്രാഞ്ചാണ്? ഞാൻ കരമന ബ്രാഞ്ച് തന്നെയാണ്. കരമനയിൽ തന്നെയാണ്, അടുത്ത് തന്നെയാണ് അല്ലേ? വീട്ടിൽ ആരൊക്കെയുണ്ട് നിത്യ? വീട്ടിലെ ഹസ്ബൻഡുണ്ട്, മോളുണ്ട്. മോക്ക് എത്ര വയസ്സായി? മോക്ക് 9 വയസ്സായി. 9 വയസ്സായി. സ്കൂളില് പഠിക്കുകയാണ് അല്ലേ? ആ അതെ, പഠിക്കാൻ. മോള് ഇന്നിപ്പോ അവധിയല്ലേ? ഓണം വെക്കേഷൻ അല്ലേ? അതെ അതെ അതെ. തിരുവോണമായിട്ട് എന്താണ് പരിപാടികൾ? തിരുവോണമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയില്ല. വീട്ടിൽ തന്നെയാണ്. കസിൻസിന്റെ വീട്ടിൽ പോകും, കസിൻസ് വരും. സദ്യയൊക്കെ ഒരുക്കിയോ? ഇല്ല, സദ്യയൊക്കെ ഒരുങ്ങുന്നതേ ഉള്ളൂ. ഒരുങ്ങുന്നതേ ഉള്ളൂ. നിത്യ തന്നെയാണോ ചെയ്യുന്നത്? അതെ അതെ, ഞാൻ തന്നെയാണ്. ആഹാ. എന്താണ് സദ്യയില് ഉണ്ടാക്കാനും കഴിക്കാനും ഏറ്റവും ഇഷ്ടമുള്ളൊരു വിഭവം ഏതാണ്? പായസം തന്നെയാണ്. പായസമാണ്. ഏത് പായസമാണ് ഇഷ്ടം? സേമിയ പായസം. സേമിയ പായസമാണ്. അപ്പൊ ഇന്ന് ഏത് പായസമാണ് ഉണ്ടാക്കിയത്? സേമിയാണോ? ഇന്ന് സേമിയ പായസമാണ്. എനിക്കിഷ്ടമുള്ളത് തന്നെ ഉണ്ടാക്കി അല്ലേ? അതെ. അപ്പൊ നിത്യ, നമുക്ക് നിത്യ പാട്ട് പാടുമെന്ന് കേട്ടല്ലോ, ആണോ? ശരിയാണോ? ഇല്ല, അങ്ങനെ പാടത്തില്ല. അങ്ങനെ പാടാറേ ഇല്ലേ? പാടാറേ ഇല്ലെന്നല്ല. ആ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 2 വരി പാട്ട് പാടാമോ? ഓണമൊക്കെ അല്ലേ, ഒരു പാട്ട് പാട്. ഏത് പാട്ട് വേണോ പാടിക്കോ. നിത്യയുടെ ഇഷ്ടം പോലെ പാടിക്കോ. അങ്ങനെ വലിയ രാഗമൊന്നുമില്ല പാടാനായിട്ട്. നമുക്ക് രാഗമൊന്നും വേണ്ട, രാഗവും ശ്രുതി ഒന്നും വേണ്ട. ഒരു ചുമ്മാ ഒരു പാട്ട് 2 വരി പാടിയാൽ മതി. പാടിക്കോ. ഹലോ, പാടിക്കോ. പാടണോ? പാട്, ഞങ്ങള് വെയിറ്റിംഗ് ആണ്. പാട്. 2 പേര് പാടിയാ മതിയല്ലോ അല്ലേ? 2 വരി പാടിയാൽ മതി. പാടിക്കോ. പാട്ടും കിട്ടുന്നില്ല. ഒരു പാട്ടും കിട്ടുന്നില്ലേ? മലയാളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? മലയാളത്തില് പ്രത്യേകിച്ച് പാട്ടൊന്നുമില്ല. നമ്മുടെ ഈ പാട്ട് അറിയോ? ഓണത്തിന് നമ്മൾ പാടുന്ന മാവേലി നാടുവാണിടും കാലം പാട്ട് അറിയില്ലേ? എന്നാ അത് പാടിക്കോ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നാക്കുമൊട്ടില്ലതാനും. മതിയോ? മതി മതി മതി, ധാരാളം. നന്നായിട്ട് പാടിയല്ലോ. താങ്ക് യു. അപ്പോഴേ നിത്യ, നമുക്ക് ഒരു ഓണത്തിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു ചോദ്യമുണ്ട്. ചോദ്യം മാത്രമല്ല, അതിന് കറക്റ്റ് ഉത്തരം പറഞ്ഞാല് കരമന വീട്ടില് നമ്മുടെ സമ്മാനം എത്തും. ഓക്കെ. അപ്പൊ ഞാൻ ആ ചോദ്യം ചോദിക്കട്ടെ? മഹാബലിയുടെ യഥാർത്ഥ പേര് എന്താണ്? എളുപ്പമുള്ള ചോദ്യമാണ്. ഓപ്ഷൻ ഒന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. മഹാബലിയുടെ യഥാർത്ഥ പേര് സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ.
ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കട്ടെ. ബാഹുബലി സിനിമയിൽ ഈ ഒരു ഈ പേരുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കട്ടെ. ആലോചിച്ച് പറഞ്ഞാൽ മതി. കിട്ടിയോ നിത്യ? അറിയോ? ചോദ്യത്തിന് ഉത്തരം അറിയോ? ഹലോ, പറയട്ടെ? പറഞ്ഞോ. തെറ്റാണോന്ന് അറിയത്തില്ല. പറഞ്ഞോ, കുഴപ്പമില്ല. ഇന്ദ്രസേനനാണോ? ഇന്ദ്രസേനനാണ്. കറക്റ്റ് ഉത്തരമാണല്ലോ. ഇതിപ്പോ അടുത്തിരുന്ന് ആര് പറഞ്ഞു തന്നു? ആരും പറഞ്ഞു തന്നില്ല, സ്വന്തമായിട്ട് ആലോചിച്ചെടുത്തതാണ്. അതെ. അപ്പോ നമ്മുടെ ഒരു സമ്മാനം വീട്ടിലെത്തും കേട്ടോ. ഓക്കെ. തിരുവോണമായിട്ടൊരു സമ്മാനം കിട്ടിയില്ലേ? പ്രതീക്ഷിക്കാത്തൊരു സമ്മാനം കിട്ടിയില്ലേ? അപ്പൊ നിത്യ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീട്ടിലെല്ലാവർക്കും ഞങ്ങളുടെ തിരുവോണാശംസകൾ അറിയിക്കണം. ഒരിക്കൽ കൂടി ഹാപ്പി ഓണം നിത്യ. ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. നമ്മുടെ എപ്പിസോഡിലെ 4ാമത്തെ കോളർ നിത്യയായിരുന്നു. തിരുവനന്തപുരത്തെ കരമനയിൽ നിന്നാണ് നിത്യ വിളിച്ചത്. നിത്യ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരവും പറഞ്ഞ് സമ്മാനവും മേടിച്ചിട്ടാണ് പോയത്. ഒരിക്കൽ കൂടി നിത്യയ്ക്ക് ഓണാശംസകൾ. നല്ലോണം കണ്ടോണത്തിൽ നമ്മുടെ അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ 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 ആരാണ്? ഹലോ, ഞാൻ ഡോക്ടർ ജിബി ഗിവർഗീസ്. ഒന്നുകൂടെ പേര് പറയൂ. ഡോക്ടർ ജിബി ഗിവർഗീസ്. ഗിബി. അതെ, ജിബി ഗിവർഗീസ്. ഓക്കെ, ജിബി എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ മാർത്തിയോക്ലസ് ട്രെയിനിങ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രൊഫസറാണ്. ഓക്കെ, അപ്പോ എവിടെയാണ്? ട്രിവാൻഡ്രം ആണോ സ്ഥലം? തിരുവനന്തപുരം മാർത്തിയോക്ലസ് ട്രെയിനിങ് കോളേജിലാണ്. മാറിവാനിയസിന്റെ BEd കോളേജ്. അല്ല, നേറ്റീവ് പ്ലേസ് ട്രിവാൻഡ്രം ആണോ? അതെ. കോട്ടയം ഒക്കെയാണ്. ഞങ്ങൾ ഇവിടെ താമസമാണ്. ഇവിടെ എവിടെയാണ്? തിരുവനന്തപുരത്ത് എവിടെയാണ് താമസം? തിരുവനന്തപുരത്ത് മണ്ണന്തല എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. മണ്ണന്തലയിലാണ്. അപ്പോ ഡോക്ടർ, തിരുവോണമാണല്ലോ ഇന്ന്. അതെ. തിരുവോണമായിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സദ്യയൊക്കെ ഒരുക്കിയോ? വളരെ സന്തോഷമാണ്. അതിനൊരു മേൽമൂടി എന്ന് പറയുന്നത് നമ്മുടെ വയനാട്ടിലെ ദുഃഖകരമായ അവസ്ഥയുണ്ട്. അതെ. എന്നാലും ഓണം ഒരിക്കലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള ആഘോഷമാണല്ലോ നമ്മുടെ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, പൈസപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉള്ളിലെ സന്തോഷം, അതുപോലെ കുറച്ചൊക്കെ ആഘോഷം, അതൊക്കെ ജീവിതത്തിന് എപ്പോഴും മാറ്റിക്കൂട്ടും. അതുകൊണ്ട് ഓണം ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല, അത് മാറ്റി വയ്ക്കാനും പറ്റില്ല. അതെ, ഡോക്ടർ പറഞ്ഞ പോലെ വയനാട്ടിലെ വിഷയം നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എങ്കിലും ഓണം എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് എന്നും അതൊരു പ്രത്യേകത നിറഞ്ഞ ഉത്സവം തന്നെയാണല്ലോ, അല്ലേ? നമുക്കൊരിക്കലും അത് പക്ഷെ എങ്കിലും ഇത്തവണ നമ്മൾ അതിന്റെ മാറ്റ് കുറച്ച് നമ്മളെ വീടുകളിൽ ഒതുങ്ങുന്ന തരത്തിലാണ് നമ്മളത് ആഘോഷിക്കുന്നത്, അല്ലെ? എല്ലാവരും അങ്ങനെ ആയിരിക്കണം ഇത്തവണ. എന്ത് തരം പായസമാണ് ഉണ്ടാക്കിയതെന്ന്? നമ്മൾ ഇന്ന് അടപ്രഥമനാണ് ഉണ്ടാക്കിയത്. അടപ്രഥമൻ. ആയിക്കോട്ടെ. അപ്പോ സദ്യ കഴിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്, മക്കളുടെ കൂടെയും അമ്മയുടെ കൂടെ ഒക്കെ ഇരുന്ന്, അല്ലേ? അതെ. ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കളിയാണ്, ഓണക്കളികൾ. ഇന്ന് അത്തരം കളികളൊന്നുമില്ല. എന്റെ ബ്രദറും ആൺകുട്ടികളും എല്ലാം കൂടെ 70s കളിക്കാനും പന്ത് കളിക്കാനും ഒക്കെ പോകും. ഞങ്ങള് പെൺകുട്ടികളെല്ലാം കളമൊക്കെ വരച്ച് കളിക്കുക, ഊഞ്ഞാലിലാടുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും. പക്ഷെ ഇന്നെല്ലാരും കമ്പ്യൂട്ടറിലും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ബാല്യം നഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ള ഒരു വിഷമം ഞങ്ങൾക്കുണ്ട്. എന്ത് രസമായിരുന്നു അന്ന് ഉച്ച കഴിഞ്ഞിട്ട്. ഒരുപാട് ഓണപ്പാട്ടൊക്കെ ചുമ്മാ അങ്ങ് പാടും. അത് വെച്ച് നോക്കുമ്പോ ഇന്നത്തെ കാലത്ത് ആഘോഷങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലേ? തീർച്ചയായിട്ടും. കോളേജ് ലൈഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളോട് ഒരു ഓണപ്പാട്ടോ എന്തെങ്കിലും ഒന്ന് പാടാൻ പറഞ്ഞാൽ അവർക്ക് അറിയില്ല. അതെ, ഞങ്ങളെല്ലാവരും ആ തലമുറയിൽപ്പെട്ട് ആ തലമുറയുടെ ഭാഗമായി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ വിഷമം മനസ്സിലാകും. അപ്പോ ഡോക്ടർ, ഞങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ലൈഫ് എൻജോയ് ചെയ്തവരാണ്. മനസ്സിലായി. എനിക്ക് ഇന്നത്തെ കുട്ടികളെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഉണ്ട്, ഒരുപാട് ചലഞ്ചസ് അവർക്ക് ഫേസ് ചെയ്യണം, ഒരുപാട് ആപത്തുകൾ അവരുടെ ചുറ്റും പതിയിരിപ്പുണ്ട്. ഞങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരെന്നാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളുടെ ചുറ്റും അപകടങ്ങളൊന്നുമില്ല. ഇപ്പൊ ഒരു റേപ്പ് കൾച്ചറും ഡ്രഗ് മാഫിയയും അങ്ങനെയൊക്കെയുള്ള, അതുപോലെ ഗുണ്ടായിസം,
ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ എന്ന് ഞങ്ങൾ ചിന്തിക്കും. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തിനെയൊക്കെയാണ് ഭയക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഓണാഘോഷത്തിന്റെ സമയത്ത് നമ്മൾ ചിന്തിക്കണം അതൊക്കെ. കാരണം നമുക്ക് ഇപ്പൊ പറഞ്ഞതുപോലെ ഓണസദ്യ, തിരുമുൽ കാഴ്ച, ഊഞ്ഞാലാട്ടം ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. പക്ഷെ എന്നാലും മഹാബലിയുടെ ഒരു സമയത്തെ മനുഷ്യരുടെ പ്രജകളുടെ ഒരു മനസ്സ് നമ്മൾ മനസ്സിലാക്കണം. അന്ന് അസുരന്മാരുണ്ട്, ദേവന്മാരുണ്ട്, മനുഷ്യരുണ്ട് എന്നൊക്കെയാണ് ഐതിഹ്യം. 3 തരത്തിലുള്ള കാറ്റഗറീസ്. പക്ഷെ മഹാബലി എന്ന് പറയുന്നത് ശരിക്കും അസുര രാജാവാണ്. ഒരു അസുരനെ പോലും മനുഷ്യർ ഇത്രയും പൂജിക്കുകയും ബഹുമാനിക്കുകയും അദ്ദേഹത്തിന്റെ വരവിനായിട്ട് കാത്തിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അപ്പൊ ഇൻക്ലൂസീവ്നെസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഇൻക്ലൂസീവ്നെസ് അന്നും ഉണ്ടായിരുന്നു. നല്ല ദേവന്മാരാണെങ്കിൽ അവരെയും നമ്മൾ ഇൻക്ലൂസീവ്നെസ്സിനകത്ത് ഉൾപ്പെടുത്തും. നല്ല മനുഷ്യരാണെങ്കിൽ, നല്ല അസുരരാണെങ്കിലും. അപ്പൊ മഹാബലി എന്നൊക്കെ പറയുന്ന ഒരു അസുരനായിട്ട് പോലും അദ്ദേഹത്തിനെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കുക, മാർജിനലൈസ് ചെയ്യുക എന്നുള്ള ഒരു ചിന്തയൊന്നും അന്നില്ലായിരുന്നു. മനുഷ്യരും ദേവന്മാരും ഒക്കെ അസുര രാജാവായ മഹാബലി ഇത്രത്തോളം വാനോളം പുകഴ്ത്തിയും അദ്ദേഹത്തിന്റെ വരവിനായിട്ട് ഒരു വർഷക്കാലം നമ്മൾ കാത്തിരിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് മനസ്സിന്റെ ഇൻക്ലൂസീവ്നെസ് തന്നെയാണ്. തീർച്ചയായും ഇന്നത്തെ കാലത്ത് നമുക്കത് ഓർക്കാൻ കൂടി സാധിക്കാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഡോക്ടറെ, നമുക്ക് ഓണത്തിന്റെ ഒരു ചോദ്യമുണ്ട്. ചോദ്യം മാത്രമല്ല, അതിന് ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനവും നമ്മളെ വീട്ടിലേക്ക് എത്തിക്കും. ജയ്ഹിന്ദ് ടിവിയുടെ വക ഒരു സമ്മാനവും ലഭിക്കും. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കട്ടെ? ഓണമായിട്ട് റിലേറ്റ് ചെയ്തൊരു ചോദ്യമാണ്. ഡോക്ടർക്ക് എന്തായാലും പറയാൻ പറ്റും. പിന്നെ ചോദിക്കട്ടെ? നമ്മുടെ ചോദ്യം ഇതാണ്: മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മദ്രാസിലാണ്. മദ്രാസ്, ചെന്നൈ. അതെ, അത് ആ ഒരു സംസ്ഥാനത്തിന്റെ പേര് പറയൂ. മഹാബലിപുരം. 2-3 ഓപ്ഷൻ തരാമോ? നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം തന്നെ, തമിഴ്നാട്. അതെ, കറക്റ്റ് ഉത്തരമാണ്. അപ്പോ സംസ്ഥാനം പറഞ്ഞാൽ മതിയല്ലേ? അതെ. അപ്പോ ഞാൻ പണ്ട് പോയിട്ടുണ്ട്. അവിടെ ഒരു വലിയ പാറയൊക്കെ ഉണ്ട്. അതെ ആണ്. അപ്പൊ ഡോക്ടർ, എന്തായാലും നമ്മുടെ ഓണസമ്മാനം വീട്ടിലേക്ക് എത്തും. ശരി ഉത്തരം പറഞ്ഞതിന്റെ സമ്മാനം അവിടേക്ക് എത്തും. ഒരിക്കൽ കൂടി ജയ്ഹിന്ദ് ടിവിയുടെ വക ഓണാശംസകൾ, തിരുവോണാശംസകൾ കുടുംബത്തിലുള്ള എല്ലാവരെയും അറിയിക്കണം ഞങ്ങളുടെ വക, കേട്ടോ? ശരി ഡോക്ടറെ, താങ്ക് യു സോ മച്ച്. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഹാപ്പി ഓണം. താങ്ക് യു. തിരുവോണ ദിനത്തിൽ നല്ലോണം കണ്ടോണത്തിൽ അവസാന കോളർ ഡോക്ടർ ജിബി വർഗീസ് ആയിരുന്നു. നമുക്ക് ഒരുപാട് ഓർമ്മകളും എല്ലാം പങ്കുവച്ച് തന്നു ഡോക്ടർ. അപ്പോൾ ഒരിക്കൽ കൂടി ഡോക്ടർ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. കറക്റ്റ് ഉത്തരവും പറഞ്ഞ് സമ്മാനവും മേടിച്ചിട്ടാണ് ഡോക്ടർ പോയിരിക്കുന്നത്. ഒരിക്കൽ കൂടി വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഹാപ്പി ഓണം. നല്ലോണം കണ്ടോണത്തിൻ്റെ തിരുവോണ ദിന പ്രത്യേക എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഒരുപാട് കോളേഴ്സ് ഉണ്ടായിരുന്നു. കുറച്ചു പേർക്ക് സമ്മാനങ്ങൾ കിട്ടി, കുറച്ചു പേർക്ക് സമ്മാനം നേടാൻ ആയില്ല. എങ്കിലും തിരുവോണ ദിനത്തിൽ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവർ നമ്മളോടൊപ്പം പങ്കുവച്ചു. ഒരിക്കൽ കൂടി വിളിച്ച കോളേഴ്സിനും ജയ്ഹിന്ദ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും തിരുവോണ ആശംസകൾ. ഹാപ്പി ഓണം. നന്ദി.